പ്രവാചകൻ്റെ ജീവിതത്തിലെ അന്ത്യ നിമിഷങ്ങൾ അത് കുറഞ്ഞ സമയത്തിൽ അവതരിപ്പിക്കാനാണ്. പക്ഷെ വിഷയം അതിവിശാലമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് സമയനിഷ്ഠിത ബന്ധിതമായി തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഏറെ സങ്കടത്തോടു കൂടിയും ഏറെ പ്രയാസത്തോടു കൂടിയുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിത സായാഹ്നം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നമ്മൾ ചരിത്ര വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മൾ അനുഭവിക്കുകയും അതിലൂടെയാണ് നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നത്. പ്രവാചകൻ്റെ മരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ വളരെ പെട്ടെന്നുള്ളൊരു മരണമായിരുന്നില്ല എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം പോലെ തന്നെ മരണത്തിലും ലോക മുസ്ലിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓർത്തെടുക്കാനും ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 13-14 ദിവസത്തോളം അതികഠിനമായ രോഗത്തിൽ കിടന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയിട്ടുള്ളത് എന്നാണ്. പക്ഷേ ആ മരണത്തോടടുക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചില അടയാളങ്ങളിലും ചില ലക്ഷണങ്ങളാലും തന്നെ തൻ്റെ അവസാന സമയമായിട്ടുണ്ട് എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തനിക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിലേക്ക് എത്താൻ ഇനി അല്പം സമയങ്ങൾ, അല്പം ദിനങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് പ്രവാചകന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചില ചിന്തകളും പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയുമായ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ തൻ്റെ കൂടെയുള്ള പട്ടിണിപ്പാവങ്ങളായ സഹാബാക്കളോടൊപ്പം മക്കാ മണലാരണ്യത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ഒരു സമയത്ത് പ്രവാചകൻ കഅബയെ വലയം ചെയ്തുകൊണ്ട് ആ സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് ആ സന്ദർഭത്തിൽ തൻ്റെ സഹാബത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സൂറത്ത് മാഇദയിലെ 4-ാമത്തെ ആയത്തിലെ ചില വരികൾ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി കേൾപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു എന്ന് തൻ്റെ മുമ്പിലുള്ള സഹാബത്തിന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, വമാ ബഅദ ഖൗലി ഇല്ലാ തുഖ്ഫാൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഒരു കാര്യം പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി അതിലുള്ളത് അതിൽ നിന്ന് പൂർത്തിയാക്കപ്പെട്ടതിൽ നിന്ന് പുറത്തു പോകലല്ലേ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു ഉദാഹരണം പറഞ്ഞു. നിറക്കപ്പെട്ട ഒരു കുടം, വെള്ളത്താൽ നിറക്കപ്പെട്ട ഒരു കുടം നിറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുക അതിലുള്ള വെള്ളം തൂവിപ്പോവുകയല്ലേ. അതിനർത്ഥം ഇസ്ലാം ഇനി നശിച്ചു പോകുമെന്നാണോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സാന്ത്വനപ്പെടുത്തുകയാണ്. ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അന്ത്യസമയത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും വറദീതു ഇസ്ലാം ദീന എന്നുള്ള ആയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇസ്ലാം പൂർത്തിയായി. ഇനി ഇത് വഹിക്കാൻ ഒരു റസൂലിൻ്റെ പ്രവാചകൻ്റെ ആവശ്യമില്ല. ലോകാവസാനം വരെ എല്ലാ ആളുകൾക്ക് ഇസ്ലാം ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ആയത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാന നിമിഷങ്ങളുടെ ഒരു അടയാളമായി റസൂൽ നോക്കിയത്. രണ്ടാമത് മറ്റൊരു അടയാളമായിട്ട് കാണാൻ സാധിക്കുന്നത് എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിൻ്റെ അടുക്കിലേക്ക് വരികയും ഖുർആൻ ഒരു തവണ റസൂലിനെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്ത്യപ്രവാചകൻ്റെ അവസാനത്തെ റമദാനിൽ ജിബ്രീൽ 2 തവണ വരികയും 2 തവണ ഖുർആൻ പാരായണം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതിലും റസൂലിന് മനസ്സിലായി ഇനി അടുത്ത പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഞാൻ ഈ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന്. ലോകത്തിൻ്റെ റസൂലിനത് ബോധ്യപ്പെടുത്തും. അത് അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകണമെന്നില്ല എന്ന് ജിബ്രീലിൻ്റെ 2 പ്രാവശ്യത്തെ വരവിലൂടെ മനസ്സിലായി. അതേപോലെ തന്നെ സാധാരണ ഇത്തികാഫിൽ പ്രവാചകൻ 10 ദിവസമായിരുന്നു. റമദാനിൻ്റെ അവസാനത്തെ 10 ആയിരുന്നു.
പക്ഷേ മരിക്കുന്നതിൻ്റെ ആ റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20ഓളം ദിവസം ഇത്തികാഫ് മസ്ജിദ് നബവിയിലിരുന്നു. ഇങ്ങനെ ഓരോ ലക്ഷണങ്ങളും കാരണങ്ങളും മനസ്സിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കടന്നു വന്നപ്പോൾ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കൂടെയുള്ള സഹാബാക്കൾക്ക് ധന്യമായും രഹസ്യമായും പ്രവാചകൻ അറിയിച്ചു കൊടുത്തിരുന്നു, എൻ്റെ അന്ത്യസമയം ആയിട്ടുണ്ട് എന്ന്. എൻ്റെ സഹാബത്തെ, എൻ്റെ അന്ത്യസമയം ആകാറായിട്ടുണ്ട്, നാഥൻ നിശ്ചയിക്കപ്പെട്ട സമയം എനിക്ക് എത്താറായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മത്തിൻ്റെ ഇടയിൽ ആ കഅബയെ തവാഫ് ചെയ്യുന്നതിനിടയിൽ മഖാം ഇബ്രാഹീമിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തവാഫ് നിർത്തുകയും തിരിഞ്ഞു നിന്ന് സഹാബാക്കളോടായി പറയുകയും ചെയ്ത ഒരു രംഗമുണ്ട്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നെ തോളോട് തോൾ ചേർന്ന് ലബ്ബൈക ചൊല്ലി വരുന്ന ആ സഹാബാക്കിൻ്റെ നേരക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഖുദൂ മിന്നി മനാസികക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹാബത്തെ, ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നീ കാര്യങ്ങൾ അണുവിട തെറ്റാതെ നിങ്ങൾ നോക്കിപ്പഠിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ സഹാബത്തെ, നിങ്ങളത് പിൻപറ്റണേ സഹാബത്തെ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി കാരണം അടുത്ത ഒരു ഹജ്ജിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഹജ്ജിന് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടുമോ എന്നറിയില്ല സഹാബത്തെ. ഇനി ഈ ഹജ്ജിൻ്റെ കർമ്മം ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഖുദൂ മനാസികക്കും, നിങ്ങൾ ഞാൻ എന്താണ് ചെയ്യുന്നത് അത് കൃത്യമായി നിങ്ങൾ പിൻപറ്റണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാം സൂക്ഷിക്കണം, നിങ്ങൾ എന്നെ നിരീക്ഷിക്കണം, എൻ്റെ ഹജ്ജ് എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് ലോക പണ്ഡിതന്മാരവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നബി പ്രവാചകന്റെ സീറകളിൽ രേഖപ്പെടുത്തിയത് നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ മദീനയിൽ എത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നതായി സഹാബാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വല്ലാത്ത ഒരു അസ്വസ്ഥത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മദീനയുടെ അവസാന നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ അതിന് സഹാബാക്കൾ ഓരോ കാര്യങ്ങളായി പറയുന്നത്, മസ്ജിദുൻ നബവിയിൽ ദീർഘനേരം നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും സുജൂദുകളും അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടപ്പെട്ട മസ്ജിദുൻ നബവിയിൽ കിടക്കുകയാണ് സുജൂദിൽ. കൈകൾ ഉയർത്തി സുദീർഘമായി പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു സങ്കടം റസൂലിനെ ബാധിച്ചതായി സഹാബിമാർ മനസ്സിലാക്കിയാണ്. അതുപോലെ തന്നെ ജന്നത്തുൽ മദീനയുടെ അടുത്തുള്ള ഖബർസ്ഥാനായിട്ടുള്ള ജന്നത്ത് ബഖിയയിൽ തൻ്റെ കൂടെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് വാളെടുത്ത് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ആ പാവപ്പെട്ട ഷഹീദായിട്ടുള്ള സഹാബാക്കളുടെ ഖബറിടം സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സുദീർഘമായി പ്രാർത്ഥിക്കുന്നത് ഈ സഹാബാക്കൾ ഇടക്കിടക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉഹുദിൻ്റെ രണാങ്കളത്തിലെത്തി തൻ്റെ പ്രിയപ്പെട്ട പിതൃവൻ അംസാർ റളിയല്ലാഹു അൻഹു വളരെ മൃഗീയമായി രക്തസാക്ഷിയായ ഉഹുദിൻ്റെ രണാങ്കളത്തിൽ അംസാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സഹാബാക്കളുടെയും ഖബറിടങ്ങളിൽ പോയിക്കൊണ്ട് അവർക്ക് വേണ്ടി മനമുരുകി കരഞ്ഞു കണ്ണീരൊലിച്ചുകൊണ്ടാണ് റസൂൽ ആ അവസാന നിമിഷങ്ങളിൽ അന്ത്യ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇടക്കിടക്ക് സഹാബിമാർ ഇതിങ്ങനെ കാണുമ്പോഴും അവർക്ക് വല്ലാത്തൊരു പ്രയാസം. ഇങ്ങനെയുള്ള ആ ഒരു സമയത്തിൻ്റെ ഇടക്കാണ് ഈ അവരുടെ കൂട്ടത്തിൽ ഒരു സഹാബ മരണപ്പെടുന്നത്. ആ സഹാബയുടെ ജനാസയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജന്നത്തുൽ ബഖിയയിൽ പോയി മറമാടപ്പെട്ട് ബാക്കി സഹാബിമാരെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് നബി ആ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചെറിയ ഈത്തപ്പനത്തണ്ട് കൊണ്ട് ഖബറിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു, പ്രവാചകന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. എന്നിട്ട് പ്രവാചകനോട് എന്താണ് പ്രവാചകനെ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട്, ഇത്തഖു അദാബൽ ഖബർ, എൻ്റെ പ്രിയപ്പെട്ട സഹാബ, നിങ്ങൾ ഖബറിലെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ. അങ്ങനെ എല്ലാ തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു സങ്കടത്തിലൂടെയായിരുന്നു അവസാനം. സങ്കടം എന്ന് പറയുന്നത് വിട്ടുപോകുന്നതില്ല, എന്തൊക്കെയോ ഒരു മാനസികമായി കൊണ്ട് പ്രവാചകന് ഇനിയും ചെയ്തു തീർക്കാനുണ്ടോ എന്നുള്ളൊരു സങ്കടം. അതിൻ്റെ ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ സഹാബാക്കളുടെ കൂടെ ആ ഖബർ മടവാടപ്പെട്ടതിന് ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലാണ് സഹാബാക്കൾ ആദ്യമായി പ്രവാചകൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാകുന്നത്. നടക്കുന്ന വഴിയിൽ പ്രവാചകൻ രണ്ട് കൈകൊണ്ടും തലപൊത്തി നിലത്തേക്ക് ഇരിക്കുന്നുണ്ട്. അസഹനീയമായ കഠിനമായ തലവേദന കാരണം പ്രവാചകന് തല പൊക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ തൻ്റെ തോളിലിരിക്കുന്ന ഷാള് കൊണ്ട് രണ്ട് സൈഡിലും പിടിച്ച്, നമ്മൾക്ക് തലവേദന വരുമ്പോൾ പിടിച്ചു കെട്ടുന്ന പോലെ പ്രവാചകൻ ആ ഷാളെടുത്ത് തല പിടിച്ചു കെട്ടി സഹാബികളോട് പറഞ്ഞു, സഹിക്കാൻ കഴിയുന്നില്ല സഹാബാക്കളെ. ആ തലവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ സഹാബാക്കൾ എല്ലാവരും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്.
ചരിത്രത്തിൽ പറയുന്ന ഹഫ്സയുടെയോ മൈമൂനയുടെ, കൂടുതൽ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടത് മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു ആ ദിവസം താമസിക്കുന്നത് എന്ന് പറയുന്നത്. അതങ്ങനെ അവർ മൈമൂന റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ നബിയെ ഏൽപ്പിച്ചിട്ട് അവർ പുറത്തേക്ക് നിന്ന് നബിക്കൊന്ന് ആശ്വാസം വരുന്ന സമയം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബിക്ക് ഒരു ആശ്വാസം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോടായി പറഞ്ഞു, സഹാബ, നിങ്ങൾ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് ഇന്നിപ്പോൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അത്രമാത്രം വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചുകൊണ്ടാണ് നബിയുടെ രോഗം മൂർച്ഛിച്ചു കൊണ്ടിരുന്നത്. സഹാബാക്കളെ നബിയുടെ വീട്ടിൽ നിന്നും നബിക്കൊരാശ്വാസമായപ്പോൾ അവിടെ നിന്ന് അവർ മടങ്ങിപ്പോവുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നു. രോഗവിവരം അറിയാൻ സഹാബാക്കൾ അങ്ങോട്ട് കടന്നു വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഐന വദൻ, നാളെ ഞാൻ ഏത് വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് നബി കൃത്യമായി നീതി ഭാര്യമാരുടെ ഇടയിൽ പാലിച്ചിരുന്നത് ഇത്ര ദിവസം ഇന്ന ഭാര്യമാരുടെ വീട്ടിലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഐന വദൻ. പിന്നെ ഒരു പ്രയാസത്തിൻ്റെ ഇടയിലും നീതി നിർവഹണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലായി, ഭാര്യമാർക്ക് മനസ്സിലായി, സഹാബാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും ഇളയ ഭാര്യയായ ആയിഷയുടെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞു, നബിയെ, നിങ്ങൾ ആയിഷയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ, ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ സന്ദർശിക്കാം, നിങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകൾ ഞങ്ങൾ അവിടെ വന്ന് ചെയ്യാം, കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ 5 ദിവസങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ റബീഉൽ അവൽ 8 നബിയുടെ ജീവിതത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ചയുടെ നേരം പുലരുകയാണ്. രോഗം കഠിനമാവാൻ തുടങ്ങി. തലവേദന സഹിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് പറ്റുന്നില്ല. അതികഠിനമായി കൊണ്ട് പ്രവാചകൻ അങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകൻ്റെ ബെഡിൽ സുബഹിയിലെ ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയാണ്. പള്ളിയിൽ എത്തണം, നേതൃത്വം നൽകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളുടെ കൂടെ പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോയി സുബഹിക്ക് നേതൃത്വം കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങുകയാണ്. രോഗത്തിൻ്റെ ക്ഷീണം അങ്ങേയറ്റം നബിയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ വ്യാഴാഴ്ച ദുഹ്ർ നമസ്കാരത്തിന് വീണ്ടും പള്ളിയിൽ വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിമ്പറിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. പ്രവാചകൻ മിമ്പറിൻ്റെ 1ാമത്തെ സ്റ്റെപ്പിൽ കയറി ഇരുന്നിട്ട് തൻ്റെ സഹാബാക്കളുടെ നേരെ തിരിഞ്ഞു. സഹാബാക്കൾ പ്രവാചകൻ എന്താണോ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അവർ സദസ്സിൽ നിന്ന് മുന്നോട്ട് ഇങ്ങനെ നീങ്ങിയിരുന്ന് പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിന് നബിയുടെ അന്ത്യോപദേശങ്ങളും വസിയത്തുകളും അവിടെ വെച്ച് നൽകുകയാണ്. ലോകത്തിൻ്റെ റസൂലിന് കൊടുക്കാൻ തുടങ്ങുന്നത് പ്രവാചകൻ ഇനി അവർക്ക് മുന്നിൽ വെക്കുന്നതൊക്കെ വസിയത്തുകളൊക്കെ അന്ത്യോപദേശങ്ങളായിട്ടാണ് അവർ കാണുന്നത്. അതിലാദ്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദിയ്യ വന്നസാറ. അള്ളാഹു ജൂതന്മാരെയും ക്രൈസ്തവരെയും ശപിച്ചിരിക്കുന്നു. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധന കേന്ദ്രങ്ങളാക്കുകയും ആഘോഷ കേന്ദ്രമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഹാബാക്കളെ, നിങ്ങൾ എൻ്റെ ഖബറിടത്തെ നിങ്ങളൊരു ആരാധിക്കുന്ന ആഘോഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന് സഹാബാക്കളോട് ആദ്യത്തെ വസിയത്തിൽ തൗഹീദിൻ്റെ വഹദാനിയത്തിൻ്റെ 1ാമത്തെ വസിയത്ത് ഉപദേശമായിരുന്നു പ്രവാചകൻ നൽകിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപദേശങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് ളുഹറിൻ്റെ നമസ്കാര സമയമായി. അങ്ങനെ ളുഹർ നമസ്കാരത്തിന് നബി നേതൃത്വം കൊടുത്തു. ളുഹർ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മിഹ്റാബിൻ്റെ ആ സ്റ്റെപ്പിലിരുന്നിട്ട് വീണ്ടും ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹുബ്ബുൽ അൻസാരി വൽ മുഹാജിരീൻ, പ്രിയപ്പെട്ട സഹാബാക്കളെ, നിങ്ങൾ അൻസാരികളെയും മുഹാജിറുകളെയും നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. കാരണം മുഹാജിറുകൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളെല്ലാം ത്യജിച്ച് നാടും വീടും കൂടും വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഹിജറ വന്നവരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് തിരിച്ചും പറഞ്ഞു, വഹുബ്ബുൽ അൻസാരി, നിങ്ങൾ അൻസാരികളെയും സ്നേഹിക്കണം. കാരണം എല്ലാം പകുത്ത് നൽകി, വീടാണെങ്കിലും ഭാര്യമാരാണെങ്കിലും സ്വത്താണെങ്കിലും എല്ലാം പകുത്ത് നൽകി നിങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച അൻസാരികളെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുത്തത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പ്രവാചകൻ്റെ തലവേദന അങ്ങേയറ്റം കഠിനമായതുകൊണ്ട് പ്രവാചകൻ മിഹ്റാബിലിരുന്ന് തല താഴ്ത്തി കുറച്ച് സമയം അങ്ങനെ ഇരുന്നു, വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്.
എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തല ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, പ്രിയപ്പെട്ട ജനങ്ങളെ, ഇന്നി ഖദ്ദർനാ മിന്നി ഹുഖൂഖി മിനൻ ബൈനിൽ അദ്ഹർ. അങ്ങനെ ഒരു ഹദീസ്, ദീർഘമായ ഒരു ഹദീസാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, അതിൻ്റെ അർത്ഥം മാത്രമാണ് വിശദീകരിച്ചു പോകുന്നത്. എൻ്റെ ജനങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രിയപ്പെട്ട സഹാബത്തിൻ്റെ നബിയുടെ കൂടെ നിഴൽ പോലെ എല്ലാ സമയവും നടന്ന സഹാബത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ജനങ്ങളെ, എൻ്റെ സഹാബാക്കളെ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ മുഹമ്മദിൻ്റെ വാക്കോ പ്രവൃത്തിയോ കാരണം വല്ല വേദനയും വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം കേട്ടോ. എന്നിട്ട് പ്രവാചകൻ്റെ മുതുക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുതുകിത് ആർക്കും വന്ന് ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്ത് നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാം, ആർക്കും വന്ന് വേദനിപ്പിക്കാം. 2 കൈകളും നിവർത്തിപ്പിടിച്ച് പ്രവാചകൻ മിഹ്റാബിൻ്റെ 1-ാമത്തെ സഫിലിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മൻ കുന്ത ഖദ് ശതംത ലഹു ഇർളാ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്നിൽ നിന്ന് വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ എൻ്റെ പെരുമാറ്റം കൊണ്ടോ നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദ ഇർളി, എൻ്റെ അഭിമാനം ഇതാ, ഫൽ യസ്തഖ്ദിം മിൻഹു, നിങ്ങൾക്കാർക്കുമെന്ന് എന്നോട് പ്രതികാരം ചെയ്യാൻ. അത്രമാത്രം മരണത്തിൻ്റെ മുമ്പ് പ്രവാചകൻ സഹാബാക്കളോട് പൊറുക്കൽ തേടുകയും വിട്ടുവീഴ്ച തേടുകയും ചെയ്യുകയാണ്. ആധുനിക കാലത്തെ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പഠിക്കേണ്ടത് അതിൽ നിന്നാണ്. നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ മനസ്സിലെ പക കൊണ്ടും പരസ്പരം തെറ്റിയും അലോകത്തിലാവുകയൊക്കെ ചെയ്തുകൊണ്ട് മരണം വരെ ആ അലോകം വെച്ച് നടക്കുകയും അവസാനം ഈ ലോകത്ത് വിടവാങ്ങി 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും കാണുന്ന നമ്മുടെ പള്ളിയുടെ വാപ്പ മരണപ്പെട്ടാൽ പള്ളിയുടെ മുമ്പിൽ എല്ലാവരുടെ മിഹ്റാബിൻ്റെ അടുത്ത് കൊണ്ടുപോയിച്ചിട്ട് മക്കളെ ഇതുപോലുള്ളൊരു മൈക്ക കയ്യിലെടുത്തിട്ട് പറയും, എൻ്റെ വാപ്പ നിങ്ങളോട് വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പരലോകമോക്ഷത്തിന് നിങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും. സഹോദരന്മാർ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ മരണപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ ഗുരുനാഥൻ ആ മിഹ്റാബിലിരുന്ന് വരച്ച് കാണിച്ചത് അതാണ്. ആ ചരിത്രമാണ്, ആ ഉസ്വത്തും ഹസനയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ടത്. മക്കളെ കൊണ്ട് ചോദിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തമ്മിൽ തെറ്റിയും അനാരോഗ്യത്തിലാവുകയും സലാം പറയലും സലാം പറയാതിരിക്കലും, അതേപോലെ തന്നെ ക്ഷണിക്കുകയും ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാതിരിക്കുകയും, അവനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല, അല്ലെങ്കിൽ നീ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല എന്നൊക്കെയുള്ളൊരു വിദ്വേഷം ഉറപ്പൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ മുസ്ലിം സമൂഹം പ്രവാചകൻ്റെ ആ മാതൃക പിൻപറ്റേതുണ്ട് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ആചാര്യൻ അന്ത്യപ്രവാചകൻ ഒരു മനുഷ്യനും ഒരു ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തല കുനിച്ചിട്ടില്ല, തല കുനിക്കാനുള്ള ഒരു ഇടയും വരുത്തിയിട്ടില്ല. പക്ഷേ പ്രവാചകൻ്റെ അവസാന സമയത്ത് പ്രവാചകൻ തല കുനിച്ചുകൊണ്ടാണ് സഹാബാക്കളുടെ മുന്നിൽ, ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ, എൻ്റെ അഭിമാനം ഇതാ, നിങ്ങൾക്ക് വന്ന് ക്ഷതം ഏർപ്പെടുത്താം. ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ വല്ലാതെ പൊട്ടിക്കരയുന്നൊരു രംഗമാണ് അവിടെ കഴിയുന്നത്. വീണ്ടും പ്രവാചകൻ ഉണർത്തുകയാണ്, നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ അവൻ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏതെങ്കിലും ഒരാളെ മറ്റൊരാളെ പറ്റിയുള്ള അസ്വസ്ഥത കാരണം തൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ചെയ്തു പോയ ഒരു കുറ്റത്തിൻ്റെ കാരണമായി അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ അലോക്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ പരിഹാസപ്പെടുത്തരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്. കാരണം അള്ളാഹു മഹ്ശറയിലെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരടിമയോട് നീയും എൻ്റെ മറ്റേ അടിമയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തീർത്തിട്ട് വാ, എന്നിട്ടാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഞാനിവിടെ പുനരാരംഭിക്കുക എന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, എന്നാൽ പരലോകത്ത് അത് തീർക്കാൻ സാധിക്കാത്ത ഒരു ലോകമാണ് സഹോദരങ്ങളെ. ഇവിടെ അത് തീർത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നോടുണ്ടെങ്കിൽ തീർക്കണേ സഹാബത്തെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്. അത് പരലോകത്തേക്ക് നിങ്ങൾ നീട്ടിവെക്കരുത്. മുഹമ്മദ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ആരെങ്കിലെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചു നൊന്തു എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾ ഒരിക്കലും പരലോകത്ത് എനിക്കെതിരെ വിരൽ ചൂണ്ടരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ റസൂല് അങ്ങനെയാണ് സഹാബികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം റസൂല് വളരെയധികം പുഞ്ചിരിക്കുന്ന ഒരു രംഗമാണ് സഹാബാക്കൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് നബി പറയുന്നുണ്ട്, ഒരടിമക്ക് സ്വർഗീയ സുഖം വേണോ ഈ ലോകത്തെ സുഖം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കുക സ്വർഗീയ സുഖമാണ് എന്ന അവസാനം ആ ഉപദേശം നൽകിക്കൊണ്ടിങ്ങനെ മിഹ്റാബിൽ നിന്ന് എണീക്കുമ്പോൾ അബൂബക്കർ കരഞ്ഞ് നബിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, എന്താണ് നബിയെ നിങ്ങളിങ്ങനെ പറയുന്നത്? അബൂബക്കറിന് നബി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി, പ്രവാചകൻ്റെ അവസാന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി ആ ദിവസവും
അവസാനിക്കുകയാണ്. റബീഉൽ അവ്വൽ 9 വെള്ളിയാഴ്ച, നബിയുടെ ജീവിതത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, റസൂലിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ജുമുഅ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെടുന്ന പള്ളിയായ മസ്ജിദുൻ നബവിയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി, രോഗാവസ്ഥയുടെ കാഠിന്യമുണ്ട് എങ്കിലും മിഹ്റാബിലിരുന്നു കൊണ്ട് ബിലാലിൻ്റെ ബാങ്കിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജുമുഅയുടെ ഖുതുബ ആരംഭിച്ചു. ഏകദൈവ വിശ്വാസത്തെപ്പറ്റിയും മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെപ്പറ്റിയും അള്ളാഹുവിൻ്റെ സഹായത്തെപ്പറ്റിയും അത് അനുഭവിച്ച സഹാബാക്കളെ പറ്റിയും പൂർവികന്മാരെ പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു. മതമായ ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആവർത്തിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബാക്കൾ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുവരികയാണ്. അതിനുശേഷം നമസ്കാര ശേഷം വീട്ടിലേക്ക് പോയി മഗ്‌രിബിന് സമയമായി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ പള്ളിയിലേക്ക് വരികയാണ്. ആ പള്ളിയിൽ അവസാനത്തെ നബിയുടെ പള്ളിയിലെ വെള്ളിയാഴ്ച മഗ്‌രിബിന് നബി നേതൃത്വം കൊടുക്കുകയാണ്. സൂറത്ത് മുർസലാത്തിലെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യണം. സൂറത്ത് മുർസലാത്തിലെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പാരായണം ചെയ്യാൻ കാരണം അള്ളാഹുവിൻ്റെ മറ്റ് അമ്പിയാക്കൾക്കും പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള, പരലോകത്ത് നൽകിയിട്ടുള്ള ആതിഥേയത്വത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പാരത്രിക ലോകത്തെ അവരെ ആദരിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ത്യാഗത്തെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുറിഞ്ഞുള്ള പാരായണത്തിൽ സഹാബികൾ സാഗൂതം പിറകിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി. വീണ്ടും ഇശായിൻ്റെ സമയം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഇടയ്ക്ക് തലവേദന കാരണം ബോധക്ഷയം സംഭവിച്ചുകൊണ്ട് ഒന്ന് മയങ്ങിപ്പോയിരുന്നു. ഇശായിൻ്റെ ബാങ്ക് കേട്ട നബി ഇരിക്കുന്ന ആ വിരിപ്പിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. കൈകുത്തി എണീക്കുന്ന സമയത്ത് രോഗകാഠിന്യം കാരണം വലത് ഭാഗത്തേക്ക് പ്രവാചകൻ കുഴഞ്ഞു വീഴുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണപ്പോൾ ഈ സഹാബാക്കൾ ഓടി വരികയും മുഖത്ത് വെള്ളം തെളിക്കുകയും പ്രവാചകന് ഓർമ്മ വരികയും ചെയ്തു. തിരിച്ച് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകാൻ എണീറ്റപ്പോൾ പ്രവാചകൻ അതിന് കഴിയുന്നില്ല എന്നുള്ളത് പ്രവാചകനെ മനസ്സിലാക്കി. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ബോധക്ഷയത്തിൽ നിന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്, അസല്ലന്നാസയ ആയിഷ, ജനങ്ങൾ നമസ്കരിച്ചു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്നു, ബോധക്ഷയത്തിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ചോദ്യം ആവർത്തിക്കുമ്പോഴൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വഹും യംതളിറൂൻ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവർ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട്, ആയിഷ എനിക്ക് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് അവസാനം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ നീ അബൂബക്കറിനോട് എനിക്ക് പകരം ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറയണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറയുന്നു, എന്നെ കൊണ്ട് കഴിയില്ല പ്രവാചകരെ റസൂല്, കാരണം എൻ്റെ വാപ്പ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന കരച്ചിലല്ലാതെ പുറകിൽ നിൽക്കുന്ന മാമൂമികൾക്കൊന്നും കേൾക്കില്ല. അത് ഇപ്പോഴല്ലെങ്കിലും എപ്പോൾ അള്ളാഹുവിൻ്റെ പിന്നെ പരിശുദ്ധ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ അർത്ഥങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഹൃദയം പിടക്കുകയും ഖുർആൻ പാരായണം മുറിഞ്ഞു പോവുകയും വെറും തേങ്ങൽ മാത്രം കേൾക്കുകയും ചെയ്യുന്നു. ഇന്നാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അസാന്നിധ്യത്തിലാണ് നേതൃത്വം നൽകുന്നത്. അതുകൂടെ അബൂബക്കറിൻ്റെ വാപ്പാക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നബി കുറച്ചുകൂടെ കാർക്കശ്യ രൂപത്തിൽ പറയുന്നുണ്ട്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറയിഷ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ അറിയിക്കുകയും അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ ആ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകുകയാണ് ഇശാ നമസ്കാരത്തിന് വേണ്ടിക്കൊണ്ട്. അങ്ങനെ ആ ദിവസവും, അതായത് വെള്ളിയാഴ്ച രാവും പിന്നെ കടന്നു പോവുകയാണ്. റബീഉൽ അവ്വൽ 10 ശനിയാഴ്ച നേരം പുലരുകയാണ്. സുബഹിൻ്റെ സമയമായപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിക്കുന്നുണ്ട്, ആശ്വാസം ഇടക്കിടക്ക് വരുന്നുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് പോകാനുള്ള വല്ലാത്തൊരു ആഗ്രഹം നബിക്കുണ്ടായി. അങ്ങനെ പിന്നെ ആവശ്യകതയെ അദ്ദേഹം അറിയിക്കുകയും അത് കാരണം സഹാബാക്കൾ നബിയെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയുടെ വീട്ടിലേക്ക് വരികയും സുബഹിൻ്റെ ജമാഅത്തിൻ്റെ തൊട്ട് മുമ്പ് വളരെ അവശനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 2 തോളിലും പിടിച്ചെഴുന്നേൽപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് വെച്ച് മസ്ജിദുൻ നബവിയിലേക്ക് വരുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ സഹാബാക്കൾ പിന്നെ ആ രംഗം കണ്ടു വല്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അബൂബക്കർ, പ്രിയപ്പെട്ട കളിത്തോഴനായിട്ടുള്ള അബൂബക്കർ ഇമാമത്ത് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് പിന്നോട്ട് ഇങ്ങനെ വലിയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ അവിടെ നിൽക്ക്,
എന്നിട്ട് സഹാബാക്കൾ പറഞ്ഞു, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കറിൻ്റെ ഇടത് ഭാഗത്ത് എന്നെ കൊണ്ടുപോയി ഇരുത്തണം. അങ്ങനെ അബൂബക്കർ നിൽക്കുന്നതിൻ്റെ തൊട്ടിടത് ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് പിന്നെ ഇമാമത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നെ സന്നദ്ധമാവുകയാണ്. സഹാബാക്കളുടെയും അബൂബക്കറിൻ്റെയും അവർ പിന്നെ നമ്മൾ പറയില്ല നിർബന്ധപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സുബഹി ജമാഅത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അങ്ങനെ റസൂലിൻ്റെ ആഗ്രഹത്തോടെ അബൂബക്കറിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ ചാരി ഇരുന്നു കൊണ്ട് പിന്നെ സുബഹി നമസ്കാരം നിർവഹിച്ചു. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മസ്ജിദ് നബവിയിൽ നബി ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചുറ്റും നോക്കി സഹാബാക്കളെ കണ്ടു, പുഞ്ചിരിച്ചു. എന്നിട്ട് മെല്ലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അലിയും കഅബും മാലിക് റളിയല്ലാഹു അൻഹു നബിയെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടി വീണ്ടും വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മസ്ജിദ് നബവിയെ നബി തിരിഞ്ഞു നോക്കുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ആ ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയുടെ അല്ലെങ്കിൽ ആ ഒരു പകല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗത്തിൻ്റെ കാഠിന്യം കാരണം പിന്നെയുള്ള മറ്റുള്ള നമസ്കാരങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാൻ കഴിയാതെ വീട്ടിൽ തന്നെയായിരുന്നു നബി ബാക്കിയുള്ള സമയങ്ങൾ ചെലവഴിച്ചത്. അങ്ങനെ റബീഉൽ അവ്വൽ 11 ഞായറാഴ്ച നേരം പുലർന്നു. രോഗം കഠിനമാവുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥതയിൽ റസൂല് തൻ്റെ വീടിൻ്റെ വിരിപ്പ് സുബഹി ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിൻ്റെ വിരിപ്പ് ഇങ്ങനെ മാറ്റി, വീടും പള്ളി മസ്ജിദ് നബവിയും അടുത്താണല്ലോ, ആ വീടിൻ്റെ വിരിപ്പ് മാറ്റി മദീന പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ തൻ്റെ സഹാബത്തും ഈ പിന്നെ സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട അബൂബക്കർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സമ വജ്ഹക എന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. നബി വെളുക്കെ മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുകയാണ്. നബി ആ ജനലിലൂടെ ആ മസ്ജിദ് നബിയിലേക്ക് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. നബിക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ചിരിയുടെ കാരണം പിന്നെ ചരിത്രകാരന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യകാലത്ത് 3W വേണ്ടി വാർ, വിമൺ, വൈൻ, പെണ്ണ്, കള്ള്, യുദ്ധം, ഇതിന് മാത്രം ജീവിച്ച് മരിച്ചിരുന്ന ഒരു സമൂഹം ഒരു ജീവിതത്തിൽ ഒരു ഈച്ച കള്ളിൻ്റെ ഗ്ലാസ്സിൽ വീണ ആ ഈച്ചക്ക് വേണ്ടി ബഹുമാനാർത്ഥം അവർ പാട്ടുപാടിയിരുന്ന ഒരു സമൂഹം. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന സമൂഹം. ഒരു പെണ്ണില്ലാതെ ഒരു രാത്രി അവർക്ക് കഴിച്ചുകൂടാൻ പറ്റാത്തൊരു സമൂഹം. മദ്യവും മദിരാക്ഷിയും പിന്നെ യുദ്ധകുതിയന്മാരുമായിരുന്നൊരു സമൂഹം. അങ്ങേ അറ്റം അത്ര അധപതിച്ചൊരു അധാർമികതയിൽ കൂപ്പുകുത്തിയൊരു സമൂഹം. തൻ്റെ 23 വർഷക്കാലം കൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നോക്കുമ്പോൾ അബൂബക്കറിൻ്റെ പിന്നിൽ തോളോട് തോൾ ചേർന്ന് മടം പൊപ്പിച്ച് നിൽക്കുന്ന കറുത്തവനും വെളുത്തവനും എന്ന് വ്യത്യാസമില്ലാതെ, മൂക്ക് പതിഞ്ഞവനും മൂക്ക് നീണ്ടവനും എന്ന് വ്യത്യാസമില്ല, അറബിയും അനറബിയും എന്ന് വ്യത്യാസമില്ലാതെ, ഖുറൈശികളും ബനു ഖുറൈല ഗോത്ര വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് തബസ്സമ വജ്ഹക, പ്രവാചകൻ പുഞ്ചിരിച്ചത്. പ്രവാചകന്റെ മനസ്സ് അത്യധികം സന്തോഷം. ഇത് സഹാബാക്കള് മസ്ജിദ് നബവിയിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അബൂബക്കർ കരുതി നബി ഇന്നലത്തെ പോലെ വീണ്ടും പള്ളിയിലേക്ക് വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അബൂബക്കറിനോട് പിന്നെ നമസ്കാരം തുടരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ആ ഒരു കാഴ്ചയായിരുന്നു മസ്ജിദ് നബവിയിലേക്കുള്ളത്. അങ്ങനെ തൻ്റെ പിന്നെ ദിവസങ്ങൾ ഇങ്ങനെ വിട്ടുപോകുമ്പോൾ ആ ദിവസം ഞായറാഴ്ച വൈകുന്നേരത്തോടടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലായി രോഗത്തിൻ്റെ ആ കാഠിന്യം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. തൻ്റെ ബാധ്യതകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിറവേറ്റാൻ തുടങ്ങി. പ്രവാചകൻ്റെ കയ്യിൽ അന്ന് അവശേഷിക്കുന്ന 7 ദീനാറോളം പ്രവാചകൻ അവിടെയുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഏർപ്പാടാക്കി. പ്രവാചകൻ ഈ പിന്നെ രോഗശൈലിയിൽ കിടക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൊരു അടിമയെ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലുള്ള എല്ലാ ബാധ്യതകളെയും നിറവേറ്റാൻ അവസാന നിമിഷത്തിൽ ആ ഞായറാഴ്ച വൈകുന്നേരം പ്രവാചകൻ അതിനുവേണ്ടി ഇങ്ങനെ നീക്കി വെക്കുകയായിരുന്നു ആ രോഗശൈലിയിൽ കിടക്കുമ്പോൾ. അങ്ങനെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കേണ്ട സമയമായപ്പോൾ ആയിഷ റളിയല്ലാഹു നബി കിടക്കുന്ന വിരിപ്പിൻ്റെ അടുത്തേക്ക് വരികയും ആ സമയത്ത് ഇരുട്ടായപ്പോൾ ആ വിളക്കിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും നബിയുടെ വീട്ടിലില്ല എന്ന് ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്. നബി പറയുന്നുണ്ട്, ആയിഷ അവിടെ ഇരിക്കുന്ന പടയെങ്കിൽ അയൽപക്കത്തെ പണയം വെച്ചിട്ട് നീ എണ്ണ വാങ്ങി ആ വിളക്ക് കത്തിക്ക് എന്ന് പറയുന്നു. അതായത് മരണസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷം പോലും നബി അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ എപ്പോഴും ആയിഷ റളിയല്ലാഹു ചരിത്രത്തിൽ പറയുന്നുണ്ട്, പിന്നീട് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുമ്പോൾ എൻ്റെ പ്രിയ റസൂലിന് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ റസൂലിൻ്റെ ജീവിതത്തിലെ അവസാന രാത്രിയും കഴിയുകയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, നബിയുടെ മരണ ദിവസം. നേരം സദാ പോലെ പുലരുകയാണ്. റസൂലിൻ്റെ രോഗം അതികഠിനമാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ മക്കയുടെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹാബാക്കളൊക്കെ നബിയുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. വന്നവരൊക്കെ റസൂലിൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഉള്ള ഈത്തപ്പനകൾക്ക് ചുവട്ടിൽ നിലയുറപ്പിച്ച പ്രവാചകൻ്റെ രോഗവിവരമറിയാൻ. ആ രോഗവിവരം അന്വേഷിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് സഹാബാക്കളൊക്കെ ആശ്വസിപ്പിക്കും. നബിക്ക് ഇപ്പോൾ കുറവുണ്ട്, ബോധം വന്നിട്ടുണ്ട്, ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ നേരം അതിക്രമിച്ചു പോകുമ്പോൾ, നേരം ഇങ്ങനെ കടന്നു പോകുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രോഗം മൂർച്ഛിക്കുകയാണ്. ചൂട് അസഹനീയമായി നബിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായി വന്ന സഹാബാക്കളൊക്കെ അവരുടെ കയ്യിലുള്ള തോൽസഞ്ചികളിൽ വെള്ളം കൊണ്ടുവന്ന് നബിയുടെ ശരീരത്തെ ചൂടൊന്ന് ശമിക്കാൻ വേണ്ടി ഇങ്ങനെ തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് ഏതാണ്ട് ബോധ്യപ്പെടുകയാണ് തൻ്റെ സമയം എടുക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്കുണ്ടാവുകയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു 10 മണിയോടടുത്ത് സമയം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ എല്ലാതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കണം. അതുകൊണ്ട് പ്രവാചകൻ അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ളൊരു വിട വാങ്ങുന്ന അല്ലെങ്കിൽ കുറച്ച് രംഗങ്ങളുണ്ട്. പല കാര്യങ്ങളും സമയത്തിൻ്റെ ദൈർഘ്യം മൂലം ഞാൻ വിശദീകരിക്കാതെ വിടുകയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും വിട ചോദിക്കാൻ തുടങ്ങി. ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭാര്യമാരെയും പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോട് ഓരോ കാര്യങ്ങൾ മുറിഞ്ഞ വാക്കുകളിൽ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്ത് മാറി നിന്ന് തൻ്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ നബിയുടെ അടുത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ ഉണ്ട് നബീൻ്റെ മാറത്തേക്ക് പ്രിയപ്പെട്ട ഫാത്തിമ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പിന്നെ ഫാത്തിമയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഫാത്തിമ ആദ്യം കരയുന്നുണ്ട്, പിന്നെ ഫാത്തിമ ചിരിക്കുന്നുണ്ട്, മാറി നിന്ന് കരഞ്ഞ്. അപ്പോൾ വീണ്ടും നബി വിളിച്ച് ഫാത്തിമയെ ചേർത്ത് പിടിച്ച് എന്തോ ഒരു കാര്യം ചെവിയിൽ പറഞ്ഞപ്പോൾ ഫാത്തിമ ചിരിച്ച് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് നബിയുടെ മരണശേഷം സഹാബാക്കളും പിന്നെ ഉമ്മുൽ മുഅ്മിനീകളൊക്കെ ചോദിച്ചു, ആയിഷ ഫാത്തിമ എന്താണ് റസൂൽ ആ മരണസമയത്ത് നിന്നോട് പറഞ്ഞത് എന്ന്. അതിപ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, ആദ്യത്തത് അല്ലദീ നഫ്സക മിനന്നാർ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ നീ എൻ്റെ നബിക്ക്, നമ്മൾക്കറിയാലോ ഫാത്തിമ നബിക്ക് എങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു ഫാത്തിമ കിത്തഴത്ത് കബുദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് നബി എപ്പോഴും ഉണർത്താറുള്ളത്. ആ ഫാത്തിമയോട് നബി പറയുന്നത്, ഫാത്തിമ വാപ്പ നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റിത്തരാം, പക്ഷേ മുഹമ്മദിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പരലോകത്ത് നിനക്ക് യാതൊരു രക്ഷയില്ല കേട്ടോ. അല്ലദീ നഫ്സക മിനന്നാർ, അതുകൊണ്ട് നീ നിൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ എനിക്കെൻ്റെ വേദന സഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഫാത്തിമ ആദ്യം കരഞ്ഞത്. രണ്ടാമത് ചിരിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നബിയുടെ കുടുംബത്തിൽ നിന്ന്, നബി പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അരികിലെത്തുക ആദ്യം നീയായിരിക്കും ഫാത്തിമ, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട ചോദിക്കുന്നത് പ്രിയപ്പെട്ട പേരമക്കളായ ഹസനും ഹുസൈനോടാണ്. ചരിത്രത്തിൽ ആ രംഗം വല്ലാതെ ഒരു ദുഃഖസാന്ദ്രമായി കരളലിയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് വിവരിച്ചിട്ടുള്ളത്. ഹസനെയും ഹുസൈനെയും ചേർത്ത് പിടിച്ച്, നമുക്കറിയാം ഹസനും ഹുസൈനും നബിക്കാരായിരുന്നു എന്ന്. മസ്ജിദ് നബവിയിൽ അവർ കുട്ടികളാവുമ്പോൾ നബി ഖുതുബ പറയുമ്പോൾ അവരുടെ വീടിൻ്റെ ആ ഈത്തപ്പന മടലുകൾക്കിടയിലൂടെ മാറി നിന്നുകൊണ്ട് മുട്ടിലണിഞ്ഞ് നബി ഖുതുബ പറയുന്ന മിഹ്റാബിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നബി ഇറങ്ങിച്ചെന്ന് അവരെ 2 തോളിലേക്കും എടുത്ത് വെച്ചുകൊണ്ട് നബി ഖുതുബ നിർവഹിക്കും. എന്നിട്ട് നബി ഇടയ്ക്കിടയ്ക്ക് മാറി അവരുടെ മൂർദാവിൽ ഇങ്ങനെ ഉമ്മോക്കും. അവർ വളർന്ന് ഹസനും ഹുസൈനെയും നബി അന്ത്യസമയത്ത് അവസാന നിമിഷത്തിൽ ചേർത്ത് പിടിക്കുന്ന രംഗമുണ്ട്. എല്ലാവരും പറയുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, അവരെ 2 പേരെയും 2 കയ്യിലും ഇങ്ങനെ തോളോർന്ന് മാറോട് ചേർത്ത് പിടിച്ചിട്ട് നബി ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. എന്നിട്ട് നബി മാറി മാറി ഇവരുടെയും കവിളിൽ ഫഖബ്ബലഹുമ നബി അമർത്തി ചുംബിക്കുന്നുണ്ട്. അത്രമാത്രം നബിക്ക് ആൺമക്കളില്ലാത്ത കുറവ് നികത്തിയിരുന്നത് ഹസനും ഹുസൈനുമായ പേരക്കുട്ടികളായി റളിയല്ലാഹു അൻഹുകൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വല്ലാതെ ചേർത്ത് പിടിച്ച്
എത്ര അമർത്തിയിട്ടും സഹാബാക്കൾ പറയുന്നുണ്ട് അവരുടെ എല്ല് പൊട്ടിപ്പോകും മാറാവ്. അത്രമാത്രം ആ സ്നേഹത്തിൻ്റെ ആർദ്രമായ ഒരു ചേർത്ത് പിടിക്കൽ നബി പേരമക്കളോട് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ അവരെല്ലാവരോടും പിന്നെ തൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുക എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നബി പറയുക എന്ന് പറയുമ്പോൾ ആ രോഗത്തിൻ്റെ ഇടയിൽ നബിയുടെ ഒരു മുറിഞ്ഞ വാക്കുകളായിരുന്നു എങ്കിലും സഹാബാക്കൾ അതൊക്കെ കേട്ട് വല്ലാതെ പിന്നെ സങ്കടപ്പെടുകയും ചില സമയങ്ങൾ അവർ നബിയുടെ പിന്നെ ബോധം വരുമ്പോഴുള്ളൊരു സന്തോഷമൊക്കെ കാണുമ്പോൾ വല്ലാതെ അവർക്ക് പിന്നെ ചില സമയം അവർക്ക് വല്ലാതെ ആത്മനിർവൃതിയിലേക്ക് അവർ പോയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് സമയം കൂടി കഴിയപ്പോൾ നബീൻ്റെ രോഗം കഠിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമായപ്പോൾ നബിയുടെ കയ്യിലുള്ള ചെറിയൊരു തുണി വേദന കൂടുമ്പോൾ മുഖത്തേക്ക് വലിച്ചിടും, വേദന എന്ന് കുറയുമ്പോൾ മുഖത്തിട്ട തുണി ഇങ്ങനെ താഴോട്ട് തന്നെ വലിച്ചു നീക്കും. ഇത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ എന്ത് പറ്റി നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പറയുന്നുണ്ട്, ആയിഷ അന്ന് ആ ഹൈബറിലെ ചൂതപ്പെണ്ണ് ആ വിഷമാംസം തന്നില്ലേ, അതിൻ്റെ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആയിഷ. എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ, അത്രമാത്രം ഞാൻ ആ വേദന സഹിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റസൂലിൻ്റെ ബോധക്ഷയം വന്നു പോകുന്നുണ്ട്. ഹൈബറിലെ ആ ചരിത്രം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഉണരുമ്പോൾ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബോധക്ഷയത്തിൽ നിന്ന് ഉണരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് മന്ത്രിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു ചെവി അടുത്തേക്ക് വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അസ്സലാം, നമസ്കാരം നമസ്കാരം എന്നുള്ളത് മാത്രമാണ് ആയിഷ റളിയല്ലാഹു പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആയിഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ ജനങ്ങളോട് നമസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് പറയണം കേട്ടോ, അവർ ഉണർത്തണം കേട്ടോ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്കറിയാം ഈ ദാഹിച്ച് മരിക്കുന്നത്, നമ്മൾക്കറിയാം മെഡിക്കൽ സയൻസ് പറയുന്നത് ഈ റാബീസ് രോഗം, അതായത് വിഷബാധ ഏറ്റ ആളുകളാണ് ഏറ്റവും കൂടുതൽ ദാഹം കൂടിയിട്ട് മരിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് വെള്ളത്തോട് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവർ നാവ് പുറത്തേക്ക് അങ്ങേയറ്റം നീട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ സയൻസ് പറയുന്ന നാവിൻ്റെ 2 ഭാഗത്തുള്ള ഞരമ്പുകൾ തളർന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടാവും, എന്നാൽ ഒരു ഹൈഡ്രോഫീലിയ വെള്ളത്തിൻ്റെ ഭയം ഉണ്ടാവും. അതുകൊണ്ട് ദാഹിച്ച് അങ്ങേയറ്റം തൊണ്ട വരണ്ട് പൊട്ടിയിട്ടാണ് മരിക്കുന്നത് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ദാഹിച്ച് മരിക്കുന്ന ഒരു വിഭാഗം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1400 വർഷങ്ങൾക്കും അള്ളാഹുവിൻ്റെ പ്രവാചകം പഠിപ്പിച്ചത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ അള്ളാഹു അവരുടെ മരണം ഏറ്റവും കൂടുതൽ കഠിനമായി ദാഹിപ്പിച്ചു കൊണ്ടായിരിക്കും മരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ അന്ത്യസമയത്തിൽ പോലും നമസ്കാരത്തിൽ ഉപേക്ഷ വരുത്തരുത്, വീഴ്ച വരുത്തരുത് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായി ആക്കാൻ. അതുകൊണ്ടാണല്ലോ ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത, സത്യവിശ്വാസികൾക്ക് നമസ്കാരം എന്നത് സമയം ക്ലിപ്തപ്പെടുത്തുക, സമയം നിശ്ചയിക്കപ്പെട്ടൊരു ആരാധനാ കർമ്മമാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് എന്താ വെച്ചാൽ, എന്ത് പരിപാടിയോ ഫംഗ്ഷനോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ ആ പരിപാടിയും കഴിയട്ടെ. അത് പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ അടുക്കളയിൽ ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലൊക്കെ ഇനിയിപ്പോൾ മാനേജർ വിളിക്കും, മറ്റവർ വിളിക്കും. ചിലതൊക്കെ ആ ഒരു സമയത്ത് ചിലപ്പോൾ സാങ്കേതികമായിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ സമയബന്ധിതമായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പരീക്ഷണം പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്ന് പറയുന്നത്, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ ഭാഗത്തേക്ക് പോകും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇടക്ക് ബോധം വരുമ്പോൾ സ്വലാത്തിന് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ നബിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ പോക്കറ്റിൽ മിസ്വാക്ക് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അവിടെ ഇരിക്കുന്നൊരു പിന്നെ അറാക്കിൻ്റെ ഒരു കഷ്ണം, മിസ്വാക്കിൻ്റെ കഷ്ണം, അതിൻ്റെ ഒരു തല കടിച്ച് പദം വരുത്തി നബിക്ക് ദന്തശുദ്ധി, നബിയുടെ പല്ല് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആയിഷ ചരിത്രം പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എന്നിട്ട് ആയിഷ പറയുന്നുണ്ട്, മരണപ്പെടുമ്പോഴും എൻ്റെ ഉമിനീരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമിനീരും ആസന്ധിച്ചൊരു സമയം എനിക്ക് വല്ലാത്തൊരു പിന്നെ സന്തോഷമുണ്ട്. പ്രവാചകൻ അവസാനമായി അങ്ങനെയാണല്ലോ മരണപ്പെട്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വേദന കൂടുന്നു, തുണി മുഖത്തേക്ക് എടുക്കുന്നു, അത് പിന്നെ വലിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന 1-2 കാര്യങ്ങളാണ്. ഇന്നലിൽ സക്രാത്തി മൗത്ത് എന്ന് പറയുന്നത്. സക്രാത്തിൽ മൗത്ത്, ഇന്ന സക്രാത്തിൽ മൗത്ത് എന്ന ആയിഷ റളിയല്ലാഹു അതിനെ വിളിച്ചിട്ട്, ആയിഷ ഈ മരണത്തിൻ്റെ വേദന അത് വളരെ കഠിനമാണ് കേട്ടോ.
അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്. റസൂൽ വേദന കഠിനമാകുന്ന സമയത്ത് ആ മരണത്തിൻ്റെ വെപ്രാളത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ സക്രാത്തിൽ മൗത്ത്, അള്ളാഹുവേ മരണത്തിൻ്റെ വേദനയെ തൊട്ടുകൊണ്ട് എന്നെ സഹായിക്കണേ നാഥ, മരണത്തിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നാഥ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ പറയുന്നുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ട അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ക്ഷീണിച്ച വലതു കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ട്, അള്ളാഹുവേ നീ തൃപ്തിപ്പെട്ട നബിമാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്ന് ഖുർആൻ്റെ ഒരു ആയത്ത് ഇങ്ങനെ ഓതി ആ മുകളിലേക്ക് ഉയർത്തിയ കൈയും വളരെ പെട്ടെന്ന് തന്നെ ആ ഈത്തപ്പനപ്പായിലേക്ക് കൈ തല്ലി അലിച്ച് വീഴുന്ന ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കാണുന്നത്. അവിടെ വളരെ മൂകത എല്ലാം നിശബ്ദമായി കൊണ്ടിരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ്. സഹാബാക്കൾക്ക് വളരെ വിശ്വസിക്കാൻ പ്രയാസമില്ല, അല്ലെങ്കിൽ അവർക്കത് നബി മരണപ്പെട്ടു എന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായി. അവർ പല അഭിപ്രായങ്ങളും പറയുന്നതിൻ്റെ ഇടക്കാണ് നമ്മൾക്കറിയാവുന്നത് പോലെ പിന്നെ ഇസ്ലാമിൻ്റെ 2ാം ഖലീഫായിട്ടുണ്ടായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും വളരെ ശാന്തനായി കിടക്കുന്ന നബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മറ്റ് അഭിപ്രായം പറയുന്ന ആളുകളെ, മരണപ്പെട്ടു എന്ന് പറയുന്ന സഹാബാക്കളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ തല ഛേദിക്കും കേട്ടോ. അങ്ങനെ വളരെ ഒരു ചിത്തഭ്രമം ബാധിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു പുറത്തേക്ക് പോവുകയാണ്. സഹിക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഉമർ റളിയല്ലാഹു കുറച്ച് സമയത്തേക്ക് മാറിയിരുന്നു. ഈ മരണത്തിൻ്റെ വിവരം കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു കുറച്ച് ദൂരെയായിരുന്നു. ഓടി വന്നുകൊണ്ട് നബിയുടെ മയ്യത്തിൻ്റെ അടുത്ത് വരികയും കണ്ണുകളടക്കുകയും നേരെ കിടത്തുകയൊക്കെ ചെയ്തിട്ട് മെല്ലെ പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് വളരെ സങ്കടത്തോടുകൂടി, കരഞ്ഞ കണ്ണീരോടുകൂടി, കലങ്ങിയ കണ്ണുമായി അബൂബക്കർ പുറത്തു വന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, വമാ മുഹമ്മദൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിന്നി ഖബ്ലഹു മിൻ റസൂൽ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നബിയെ നിങ്ങളും മരിക്കും അവരും മരിക്കും എന്ന ആയത്ത് മറന്ന ഉമറേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനോട് ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും റസൂലിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളുടെ മുമ്പിൽ ഇതാ മരിച്ചു കിടക്കുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ഹയ്യുൽ ഖയ്യൂമാണ്, എന്തെന്നും നിലനിൽക്കുന്നവനാണ് എന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അബൂബക്കർ പറയുകയാണ്. എന്നിട്ട് അബൂബക്കർ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു നിമിഷ നേരത്തേക്ക് ഊരിപ്പിടിച്ച വാള് നിലത്തേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ അബൂബക്കറിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, അബൂബക്കറെ കുറച്ച് നേരത്തേക്ക് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട റസൂല് വിട പറഞ്ഞത് അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. പ്രിയപ്പെട്ട അബൂബക്കറെ ജനങ്ങളോട് ക്ഷമിക്കാൻ പറയാൻ കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് നിഴല് പോലെ നടന്ന സഹാബാക്കളാണ്. പ്രിയപ്പെട്ട നബി വേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമല്ലോ, അതവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പ്രവാചകൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ പതറിപ്പോകുമ്പോൾ, നമ്മുടെ ശബ്ദം നമ്മുടെ തൊണ്ടയിൽ ഗദ്ഗതമാവുന്നതൊക്കെ നമ്മളെ വായിക്കുമ്പോൾ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ നബി പറഞ്ഞ പോലെ നമ്മുടെ വാപ്പനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടവരാകുമ്പോഴാണ് നമ്മളുടെ കണ്ടമിടറുന്നതും നമ്മളുടെ കണ്ണിൽ കണ്ണുനീര് ഒഴുകി വരുന്നതൊക്കെ. അതാണ് ആ സഹാബാക്കൾക്കും അങ്ങനെ. അതിലേറ്റവും കൂടുതൽ നബിയെ കണ്ട് ജീവിച്ച അവര്. അങ്ങനെ പ്രവാചകൻ തൻ്റെ 63-ാമത്തെ വയസ്സിൽ 4 ദിവസം 63 വയസ്സും 4 ദിവസവും ഉള്ള സമയത്ത് ളുഹറിൻ്റെ സമയത്ത് റബീഉൽ അവ്വൽ 12-ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്തിൽ വിട പറയുകയാണ്. ഏതായാലും കുറച്ച് സമയം 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മരണം, അതിൻ്റെ അന്ത്യനിമിഷങ്ങൾ, അത് ചരിത്രത്തിൻ്റെ സീറകൾ വായിക്കുമ്പോൾ ഒരുപാടുണ്ട്. അത് ഇവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരുപാട് സമയമുണ്ടാകും. ജീവിതത്തിൽ നിങ്ങളൊക്കെ നബിയുടെ ചരിത്രങ്ങൾ പഠിക്കുക, അതിൽ നിന്നുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള പാത ഉസ്വത്തുൻ ഹസന അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും അത് ജീവിതത്തിൽ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ.
اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم عافنا في بدني، اللهم عافنا في سمعي، اللهم عافنا في بصري، اللهم أجرنا وأجر والدينا من النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.